പ്രശ്നങ്ങൾ ഉണ്ടാകാതെ എല്ലാവരും എന്നോട് സഹകരിക്കണം. സർ, ഇത് സമരസമിതിയുടെ തീരുമാനമാണ്. 4 മണി വരെ ഞങ്ങൾ വഴി തടയും. Look, to maintain law and order in an area, we have to use police force and I will do that. ദേഹത്ത് കാക്കി കയറിയപ്പോ തൊട്ട് കാഞ്ഞിരപ്പള്ളിക്കറിയുടെ മുറന്ന് നടുറോഡില അവന്റെ ഒരു പോലീസ് ചെത്ത്. എന്തായാലും ആദ്യത്തെ ഗുളിക നമ്മുടെ കൈ കൊണ്ടു ആവട്ടെ. എങ്കിൽ നീ പറ, ടാബ്ലറ്റ് കൊടുക്കണോ ക്യാപ്സ്യൂൾ കൊടുക്കണോ? ആദ്യം ടാബ്ലറ്റ് മതി. നമുക്ക് അങ്ങോട്ട് പോയാലോ? സ്റ്റാൻലി, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത്. പോളാ. അയ്യോ, ഇടിയാന്റെ ശബ്ദമില്ലേ കേക്കുന്നേ? അയ്യോ, എടി കത്രേനെ, ഓടി വാടി. അയ്യോ എന്റെ കർത്താവേ, ഇടിയാന് തന്നെ പറ്റി. ഒച്ച വെക്കാതെ എന്റെ അമ്മേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാനൊരു പുതിയ യോഗ ചെയ്ത് നോക്കിയതല്ലേ. അയ്യോ, നിങ്ങൾ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്ന കണ്ടോണ്ടേ നിങ്ങൾ ഈ കോപ്രാണ്ടിത്തരമൊക്കെ കാണിക്കാൻ പോയാലേ ദേ വയസ്സുകാലത്ത് വല്ല വിലക്കം വീണാലേ അത് മതി. ഓ എടി അന്നാമ്മേ, എനിക്ക് വയസ്സായി പോയി എന്റെ നടപടിക്രമത്തിന് എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഓ പിന്നെ, കൊച്ചു വെളുപ്പാൻ കാലത്താ ഒരു ശൃംഗാരം. നിങ്ങൾ വേഗം പള്ളിയിൽ പാനൊരുങ്ങ്. നീ പോയാ മതി. അല്ലേലും ഈ തന്തയ്ക്കും മക്കൾക്കും ദൈവവിശ്വാസം തൊട്ട് തീണ്ടിയിട്ടില്ല. അതിലും കൂടി ദിവസവും രാവിലെ നീ പള്ളിയിലോട്ട് ഷട്ടർ സർവീസ് അടിക്കുന്നുണ്ടല്ലോ. അതുമല്ല, ഈ കണ്ട സത്യക്രിസ്ത്യാനിനെ മുഴുവൻ പരാതിക്കാൻ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സമയമില്ലടി. അതുകൊണ്ട് എന്റെയും പിള്ളേരുടെയും പ്രതിനിധിയായി നീ അങ്ങോട്ട് പോയച്ചാ മതി. അയ്യണ, ഇത് പള്ളിയാ, പഞ്ചായത്ത് ഓഫീസൊന്നും അല്ല പ്രതിനിധിയായിട്ട് പോവാൻ. നീ നല്ല തമാശക്കാരിയാണല്ലോടി. സൂക്ഷിച്ചു കേട്ടതില്ലെങ്കിലേ വല്ല സർക്കസുകാരത്തിന്റെ പൊക്കിക്കൊണ്ട് പോവും. എന്നാത്തിനാ? ബഫൂണാക്കാൻ. എടീ, ആ അന്തപ്പൻ സണ്ണിച്ചനെ എസ്റ്റേറ്റിൽ കൂടെ വിടാൻ പോയിട്ട് വന്നില്ലേ? എനിക്കറിയാൻ മേല. എന്താ അമ്മച്ചി വിളിച്ചത്? വിളിച്ചിട്ട് കൊറേ നേരം ആയല്ലോ. ഇപ്പോഴാണോ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? ഞാൻ അപ്പുറത്തായിരുന്നു അമ്മച്ചി. എടി കൊച്ചേ, നീ എപ്പോഴും ഇങ്ങനെ ആനപ്പുറത്തായാലേ താഴോട്ട് ഇറങ്ങാൻ പറ്റാതെ വരും. പോ പോ. ഇപ്പോൾ ഇത് എന്ത് ഭാവിച്ചുള്ള നടപ്പാടി? ആമ്പിള്ളേരുള്ള വീടാണ് നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? എന്നാ പറ്റി? നെഞ്ചത്ത് വല്ല തുടുകിട്ട് ഇറക്കാൻ പറയും. അയ്യേ, ഛേ, കൊച്ചുനാൾ മുതലേ അവൾ ഇവിടെ വളർന്നതല്ലേ. തന്നെയല്ല, അങ്ങനെയുള്ള വേണ്ട വിചാരങ്ങളൊന്നും എന്റെ മകൾക്ക് ഉണ്ടാവത്തില്ല. ഇല്ല ഇല്ല, അരപ്പണത്തിന്റെ പൂച്ച മുക്കാപ്പണത്തിൽ ദൈവം ഉടിച്ച പോലെ അവിടെ ഇരിപ്പ്. ഒന്ന് പോ മനുഷ്യ. ഇല്ലേന്റെ ഒരു വർത്താനം കേട്ടില്ലേ? എന്റെ കർത്താവേ, ഇതൊക്കെ കാണുമ്പോ പിള്ളേരുടെ അല്ല എന്റെ തന്നെ സമതൽ തെറ്റുമെന്നാ എനിക്ക് പേടി. എനിക്കിപ്പം മക്കളെ അല്ല പേടി, നിങ്ങളെയാ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞാലേ ചാടിക്കടിക്കാൻ വരരുത്. ഇന്നാ ബ്രോക്കർ വരും. നിങ്ങൾ വിറ്റേക്കാമെന്ന് പറഞ്ഞ ആ പുരയിടം തൽക്കാലം വിൽക്കുന്നില്ല എന്ന് പറ. പടിയിറങ്ങിപ്പോയവനാണേലും നമ്മളെ ബേബിച്ചിനത് എഴുതി കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞതല്ലേ. അതന്ന് അവന്റെ പേര് തറവാട്ടി വിട്ടിപ്പോകരുത്. പുകഞ്ഞതൊക്കെ പുറത്ത്. എടീ, ഇന്ന് കാഞ്ഞിരപ്പള്ളിക്ക് അറിയാച്ചത് അങ്ങനെ ഒരു മോറില്ല. അവനെ പെറ്റ കാര്യം നീ അങ്ങ് മറന്നേക്ക്. ആരപ്പാ ഇത്? കരുണാനിധിയോ? ഊരണ്ടടാ, ഊരണ്ട. വേണമെങ്കിൽ ഉറങ്ങുമ്പോഴും കണ്ടു തന്നെ വെച്ചോ. നീ എന്താടാ വരാരിത്ര വൈകിയത്? മുതലാളി വരുന്ന വഴിക്ക് കാരണം ഡെൽക്കോ കേട്ടോ. ഡെൽക്കോയോ? അതായത് ഡെൽക്കോ എന്ന് പറഞ്ഞാല്. ഓ മതി മതി മതി, നീ ചരക്കിനെ വേഗം പള്ളിയിൽ കൂടെ എത്തിക്ക്. വണ്ടി എടുക്കടാ. മോളെ, ഇന്ന പുണ്യാളച്ചന്റെ മുന്നിലും കള്ളിയെപ്പോലെ വേണമല്ലോ ഈ കുഞ്ഞിനെ ഒന്ന് കാണാൻ. എനിക്കറിയാം, എന്റെ ലിസിമോളുടെ വല്യമ്മച്ചി ആരെ കാണാൻ കൊതിച്ച ഇന്നിവിടെ വരിക. വർഷം 5-8 കഴിഞ്ഞില്ലേ എന്റെ ത്രേസ്യ കൊച്ചെ. ഇപ്പോഴും അപ്പന്റെയും മോന്റെയും വാശിക്ക് ഒരറുതിയില്ല. ഇതിനിടയിൽ ഈ തള്ളയുടെ സങ്കടം ആര് കാണാന്?
ഈ എളിയിലെ ചൂടിലിരുന്ന എവിടപ്പനും വളർന്ന് വാശിക്കാരനായത്. അവന് സുഖമാണോടി? ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയുടെയും രേഖയുടെയും കാര്യം പറഞ്ഞ് കരയും. പിന്നെ അപ്പച്ചന്റെ വാശി മോനും കാണാതിരിക്കുവോ? അതിന്റെ ഇടങ്ങേറൊക്കെ ഉണ്ട്. അപ്പന്റെ ശവടക്കം കൂടാനേ അവന് വരാവൂ. ഓ, ഒരു വാശിക്കാരൻ. അതിനു മുൻപ് എന്റെ ശവപഞ്ചമായിരിക്കും വലിക്കേണ്ടി വരുന്നതെന്ന് അവനോട് പറഞ്ഞേര്. എന്താ ഉണ്ടേ? ഒന്നും അറിയില്ല സാർ. കുറച്ചുപേര് ജീപ്പിൽ വന്ന് പെട്ടെന്ന് അടിക്കായിരുന്നു. എനിക്കറിയാം സർ. ആരാണ്? പറയൂ. കല്ലൂക്കാരൻ കുട്ടപ്പായുടെ അനിയൻ സ്റ്റാൻലി. തമ്മിലടിച്ച് ചാവാൻ നടക്കുന്നവന്മാരൊക്കെ അടിച്ച് ചാവട്ടടി. അതിന് നീ എന്തിനാ അവനെതിരെ പോലീസ് പറയാൻ പോയത്? പോലീസുകാർ വന്ന് എത്ര ചോദിച്ചിട്ടും ഹോട്ടലുകാർ പോലും സ്റ്റാൻലിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല. അതൊക്കെ കണ്ടപ്പോ പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു പോയതാ. ആ, ഇവള് ചെയ്തത് എന്താ ശരി? തെറ്റെവിടെ കണ്ടാലും അത് തുറന്നു പറയണം. എന്നാലേ ഇവള് കറിയാച്ചന്റെ മകളാവൂ. അത് മനസ്സിലായോ അന്നാമ്മേ? അയ്യോ, ഒരു തെറ്റും ശരിയും. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ ബേബിച്ചനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? ആ തെറ്റും ശരിയും ആരാ തീരുമാനിക്കുന്നത്? എടീ, ഇട്ടുമൂടാനുള്ള സ്വത്ത് തരാമെന്ന് പറഞ്ഞ് വിളക്കുമാടം കുരിയച്ചന്റെ ഒറ്റ മകളെ പെണ്ണും കണ്ട് സമുദ്രം മൂളിപ്പോന്ന അവൻ എന്റെ മുഖത്ത് കരുമാരി തേച്ചില്ലേ? ആണുങ്ങളെ പോലെ അവൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിർക്കില്ലായിരുന്നു. പണത്തിന്റെ പുറകെ പായുന്നതല്ല ഈ കറിയാച്ചൻ. എനിക്ക് അഭിമാനമാണ് വലുത്. അഭിമാനം. മനസ്സിലായോ നിനക്ക്? ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നെന്ന് കരുതി നീ വിഷമിക്കണ്ടടാ. ലോക്കപ്പിലും ജയിലിലും കിടന്നിട്ടുള്ളവരാ ഇവിടെ മഹാന്മാരായിട്ടുള്ളത്. എന്താണാവോ? ഞാൻ ഇവനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാ. ജാമ്യം അനുവദിക്കുന്ന അവിടെ അല്ല, ഇവിടെ. ഇങ്ങോട്ട് പോന്നോളൂ. ഇരിക്കൂ. ഇതിലൊന്ന് സൈൻ ചെയ്തേക്ക്. അയാളെ ഇറക്കിവിട്ടേക്ക്. എടോ ഭാസ്കരൻ നായരെ, കല്ലൂക്കാരൻ കുട്ടപ്പായി അനിയന്മാരെ ആദ്യമായി സ്റ്റേഷനിൽ കണ്ടപ്പോ തനിക്ക് അത്ഭുതമല്ലേ? സാരമില്ല, ഞങ്ങൾ ഇനി തുടർച്ചയായി ഇവിടെ വരാൻ തീരുമാനിച്ചിരിക്കുക. ഈ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് വാലാട്ടി പക്ഷിയെ പോലെ സ്വയം ഇരുന്ന് കുലുങ്ങുമ്പോ ഈ രാജ്യം മുഴുവൻ കുലുങ്ങുമെന്ന് കരുതണ്ട. ഈ തൊപ്പി തെറിക്കുമ്പോ ഇട്ടിരിക്കുന്ന കാക്കി കുപ്പായത്തിന് കാലിച്ചാക്കിന്റെ വില പോലും ഉണ്ടാവില്ല. അതെ, ഇത് പോലീസ് സ്റ്റേഷനാ. കവലപ്രസംഗമൊക്കെ അങ്ങ് വെളിയില് പോ. വാടാ. ഒരു ദിവസം ലോക്കപ്പിൽ കിടന്ന് പോന്ന് ചൊട്ടിയതുപോലെ വല്ല തട്ടോ മുട്ടോ കിട്ടിയോ? ദാ, കല്ലൂക്കാരന്റെ രോമം കണ്ടാ പറയ്ക്കാത്ത ഏതവനാടാ ഈ സ്റ്റേഷനിലുള്ളത്? ചേച്ചാ, നമുക്ക് നാണിക്കടല്ലേ? അധികം വിളമ്പാതെ ഒന്ന് വണ്ടി എടുക്കടാ. കൊച്ചുമുതലാളി ലോക്കപ്പിൽ കിടന്നപ്പോ ഒരു കൂട്ടിന് വേണ്ടി എനിക്കും കൂടെ വന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ലോക്കപ്പ്? നമ്മുടെ വീട് പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ നല്ലോണം ഫർണിഷ് ചെയ്ത AC ഡീലക്സ് റൂമല്ലേ അവിടെ? എന്നാൽ എനിക്കും കൂടി ഒരു ദിവസം അവിടെ കിടക്കണം. നീ പോകുന്നല്ലേ എന്നെ കൂടി വിളിക്കണേ. ആ പോലീസുകാര് വന്ന് ചോദിച്ചപ്പോ ഹോട്ടലിലെ മാനേജരും മറ്റു ജോലിക്കാരും ഒരക്ഷരം മിണ്ടിയില്ല. അവർക്ക് സ്റ്റാൻലി എന്ന് പറഞ്ഞ മൂത്രം പോവും. അപ്പതാ കാഞ്ഞിരപ്പള്ളിയിലെ കൊച്ചു വിളിച്ചു പറയുക, കുട്ടപ്പായുടെ അനിയനാ ജെയിംസിനാടി ചോദിക്കിയതെന്ന്.
നമ്മുടെ അനിത മോളും ആ ജെയിംസും തമ്മിൽ എന്തോ ഡിങ്കോലാഫി ഉണ്ടെന്ന് പറയുന്നത് നേരാ? ഒന്ന് മിണ്ടാതിരിടാ. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷെ നാട്ടുകാരെ വാ മൂടി കെട്ടാൻ പറ്റുമോ? നാട്ടുകാർ പറയുന്നതേ പോലീസിനെ കല്ലെറിഞ്ഞതിനും തെളിവ് കൊടുത്തതിനും മാത്രമല്ല മുതലാളി ജെയിംസിനെ തല്ലിയതെന്നാ. എടാ വായടയ്ക്കാൻ. മുതലാളി ഞാനൊന്ന് വായ തുറക്കുക. നേരെ കൊച്ചിന്റെ കാറ്. ഇറങ്ങടി, ഇറങ്ങാൻ. കല്ലൂക്കാരൻ സ്റ്റാലിനെതിരെ പോലീസിൽ മൊഴിവെടുക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടല്ലേടി? നിന്നെ ഞാൻ പരസ്യമായി അവമാനിക്കാൻ പോവാ. ഈ നിൽക്കുന്ന ആരെങ്കിലും മൊഴിവെടുക്കുമെന്ന് ഞാൻ നോക്കട്ടെ. വേണ്ട, വിട്ടേക്ക്. ഈശോയെ, കാഞ്ഞിരപ്പള്ളിക്കാരറിഞ്ഞാ എന്റെ ശരീരശാസ്ത്രം ഭൂമിശാസ്ത്രം. നിന്നെ ഞാൻ വിടില്ല. അവളെ സമാധാനിപ്പിക്കേണ്ട പകരം അമ്മച്ചിയും കൂടി ഇങ്ങനെ കരഞ്ഞാലോ? നിനക്കൊക്കെ അങ്ങനെ പറയാ. എന്റെ കുഞ്ഞിന്റെ മനസ്സറിയാൻ പെറ്റ തള്ളയായ എനിക്ക് മാത്രമേ കഴിയത്തുള്ളടാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആ കണക്ക് ഞാൻ ശരിക്കും തീർത്തിട്ടുണ്ട്. തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ടാ. ഇല്ലെങ്കിൽ ആ കഴിവരുടെ കൈ ഞാൻ വെട്ടിയാനെ. നീ കൈ വെട്ടുമെന്ന് പറഞ്ഞു. 10-20 കൊല്ലത്തിന് മുമ്പ് കുട്ടപ്പായുടെ തല വെട്ടാൻ ഇറങ്ങി പുറപ്പെട്ടവനാ ഞാൻ. അന്ന് ഇവൾ തടസ്സം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത് ആവർത്തിക്കാൻ അവന്റെ അനിയന്റെ കൈ പൊങ്ങത്തില്ലായിരുന്നു. അന്ന് എന്റെ പെങ്ങൾ സൂസന്ന, ഇന്നെന്റെ മോളും. ഒന്നും മറക്കാൻ കഴിയുന്നില്ലടാ. അപ്പച്ചൻ എന്നാ പറ്റി? ഞാൻ കൊടുത്ത പോരെങ്കിൽ റോച്ചിനോട് വന്നോട്ടെ. അവന്റെ നിയമം കൂടെ നോക്കാലോ. ശരിയാ, നിങ്ങൾ ആരും ഇനി പൊല്ലാപ്പിനൊന്നും പോകണ്ട. അവനൂടെ വന്നിട്ട് ബാക്കിയൊക്കെ തീരുമാനിക്കാനൊന്നുമില്ലടി. കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ തന്നെ കല്ലൂക്കാരന്മാരുടെ അന്തകൻ. എടാ, നീ രേഖയെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്ക്. തൽക്കാലം എല്ലാം തണക്കട്ടെ. നീ എന്തിനാ ഇഷ്ടരീതി പോടിപ്പോന്നേ? ആ മുസ്തഫ ഒന്ന് പറഞ്ഞപ്പോഴല്ല ഞാൻ വിവരം പറഞ്ഞത്. കാഞ്ഞിരപ്പള്ളിയിലെ കൊച്ചിനെ തൊട്ടന്റെ തല എറിയാൻ മേലായിരുന്നോ സണ്ണിച്ചായ? ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ടാ. ഓ, അവനും വന്നല്ലോ. ഇനി നീയും കൂടെ ചേർന്ന് വെട്ടിനും കുത്തിനും ഒന്നും നിൽക്കണ്ട. അമ്മച്ചി തുടങ്ങി ഉപദേശം. അവൾ എന്തേ രേഖ? അകത്തുണ്ട്. നീ കുളിച്ചു വല്ലതും കഴിച്ചിട്ട് ബാങ്കിലേക്ക് വാ. ജെയിംസ് എന്തിനാ അന്നങ്ങനെ പോലീസിൽ മൊഴി കൊടുക്കാൻ പോയേ? കാഞ്ഞിരപ്പള്ളിക്കാരോടുള്ള ശത്രു കൊണ്ട് മാത്രം സ്റ്റാൻലി ഒപ്പിച്ച പണിയാ ചോരകളി ഇത്ര ഉണ്ടാക്കിയത്. എത്ര പിള്ളേർ ആശുപത്രിയിലായെന്നറിയോ? ആ, എന്ന് ഡിസ്ചാർജ് ചെയ്യാന്നാ പറഞ്ഞേ?
മിക്കവാറും നാളെ കഴിഞ്ഞത്തേക്ക് പോവാം. ഇത്രയും ദിവസം ഒരാശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് സമയം ഇരിക്കാലോ. ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വീട്ടിൽ പോവാറേ ഇല്ല. അത്രയ്ക്ക് വെറുപ്പും കൂട്ടില്ല എനിക്കവിടെ. സാറ്റർഡേയും സൺഡേയും ഏതായാലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോവും. എന്താടാ ഇത്? അച്ഛാ, ഇത് കല്ലുകാരൻ കുട്ടപ്പായുടെ മോളാ അനിത, എന്റെ ക്ലാസ്മേറ്റാ. അത് മനസ്സിലായി. ഇവക്ക് ഇവിടെ എന്നാ കാര്യം? അത് ശരി. അപ്പൊ ഞാൻ കരുതിയത് തന്നെ സഹതാപതരംഗം. ചിറ്റപ്പനടിച്ച് കൈയും കാലും ഒടിച്ച സഹപാഠിയോട് സഹതാപം തോന്നുക, എന്നിട്ടത് പ്രേമമായിട്ട് വളരുക. എടി കൊച്ചേ, നീ ഇതെന്നാ ഉദ്ദേശിച്ചോണ്ടാ? കാഞ്ഞിരപ്പള്ളിക്കാരുടെ കണക്കപ്പിള്ളയുടെ മകനാ ഇവനെന്നങ്ങനെ അവരറിഞ്ഞാല് ഞങ്ങളോടുള്ള വാശി മുഴുവൻ ഇവന്റെ മുഖത്ത് തീർക്കും. അതിനിടവരുത്താതിരുന്ന രണ്ടു കൂട്ടർക്കും കൊള്ളാം. അത് ഞാൻ പോ. ഇനി അധികം നിക്കണ്ട. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് അടുത്ത പൊല്ലാപ്പിന് അത് മതി. ചെല്ല്. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേലും ദിവസവും പള്ളി പോക്ക് മുടക്കില്ലല്ലേ ദീനാമച്ചി? ഞങ്ങൾക്ക് പള്ളിയും കർത്താവും അല്ലാതെ പിന്നെ എന്നാ ഒരു ആശ്രയം? ദിവസവും പള്ളിയിൽ കൊണ്ടുപോയി കർത്താവിനെ മണവാട്ടിയാക്കാമെന്നങ്ങൾ നേർന്നാലേ എവിടെയോ ഇവിടെ കെട്ടായിക്കുന്ന ചെറുക്കൻ പിന്നെ എന്നാ ചെയ്യും? തൽക്കാലം ഞാൻ ഒരു കർത്താവിന്റെയും ഭർത്താവിന്റെയും മണവാട്ടിയാകാൻ തീരുമാനിച്ചിട്ടില്ല. പോരെ? ഇന്നലെ എന്താ സണ്ണിച്ച താഴെ തങ്ങാടി വെച്ച് എന്തോ തല്ലോ വഴക്കുണ്ടായെന്ന് കേട്ടല്ലോ. ഒരു പുതിയ കണക്ക്. കല്ലൂക്കാരന്മാരൊരു പട്ടിക്ക് പേളകി. ഞാനൊരു പല്ലങ്ങ് പറിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. അല്ലേലും അയാൾ ഒരു മഹാവൃത്തികെട്ടവനാ. സണ്ണിച്ചാൻ നന്നായിട്ട് കൊടുത്തെന്ന് കേട്ടല്ലോ. ഞാൻ തോട്ടത്തിലേക്കാ. വീട്ടിലിറക്കാം. കേറ്. ഇത്ര സില്ലി ആയിട്ടുള്ള ഒരു കാര്യത്തിന് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ഇച്ചായൻ 2 ദിവസം ഒന്ന് മാറി നിന്നപ്പോ എന്തൊക്കെ പുകല. നീ അത് വിട്. എന്തിനാടി? തടിമാടന്മാര് 4 എണ്ണല്ലേ നിനക്ക് ആംഗ്ലമാരായിട്ട്? നീ തരോട്ടിരിക്കെ. ഇനി ആ ഇൻസിഡന്റിന്റെ പേരില് നിന്നെ ആരെങ്കിലും കമന്റ് അടിച്ചാ നീ ഇച്ചായനോട് പറഞ്ഞാൽ മതി. ഇച്ചായൻ ഇടി അറിയാലോ അല്ലേ? നീ ശനിയാഴ്ച വീട്ടിലേക്ക് വാ, നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോവാം. പോട്ടെന്നാ. ഇച്ചായ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? എന്ത്? അപ്പൊ ഇച്ചായ അത് മറന്നുല്ലേ? അതെ, ഉള്ള സ്വീറ്റ്സ് ഒക്കെ വാരി വലിച്ചു കഴിച്ച് തടി കൂട്ടിയാലേ കെട്ടാൻ വരുന്ന ചെക്കന് ഒരു ഗുണ്ടുമണിയെ വേണ്ടെന്ന് പറയും കേട്ടോ. പോട്ടെ ചായ. ഇതിനെന്താ വില? 8 രൂപ. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ? ബംഗ്ലാവില് 100 കൂട്ടം പണികളാ. അയ്യോ, പണിയെടുത്ത് നിന്റെ പൂമേനിയാകെ തേഞ്ഞു പോയില്ലോ കത്രി. അയ്യോ, ദേ അന്തപ്പച്ചേട്ടൻ നിൽക്കുന്നു. എന്താ? തക്കാളി. ഇയാളെ കളിയായിരുന്നോ? അയ്യോ, അവൻ നിന്നെ കാണണ്ട, നീ നടക്ക്. അവൻ നിന്നെ ഫോളോ ചെയ്തു വന്നതാണല്ലേ? അയ്യോ, എനിക്കറിയില്ല. അവൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ കോന്തിന് ഇഷ്ടമേ അല്ലേ ചേട്ടാ. കത്രി, നിന്നോടത്ത് ജീവിക്കാൻ വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അയ്യോ, മരിച്ച പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? സോറി കത്രി, ഞാനിത് ഓർത്തില്ല. പിന്നെ ചേട്ടനൊന്ന് വാങ്ങിത്തന്ന സാരി ഒറ്റ അലക്കിന് കീറിപ്പോയി കേട്ടോ. ഓ, എന്നാ അലക്കായിരുന്നു അത്? ശരിക്കും ഒന്നും അലക്കും കൂടി ഇല്ല, പിഴിഞ്ഞപ്പോ തന്നെ കീറിപ്പോയി. അയ്യോ, 40 കൊല്ലം പഴക്കമുള്ള ഏക സ്ഥാപനം എന്ന് എഴുതി വെച്ച കടയിൽ നിന്ന് വാങ്ങിയതല്ലേ? കീറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ വിഷമിക്കാതടി. കീറിയതിന് പകരം ഒരു സാരി 1 കൊല്ലം മാത്രം പഴക്കമുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. പിന്നെ ഇന്ന് രാത്രി ഞാനങ്ങ് വരും. നീ കതവ് തുറന്ന് കാത്തിരിക്കണം. കത്രി പൊയ്ക്കോളൂ, അവൻ കാണണ്ട. ഐ വിൽ കം ബാക്ക്. യു ഗോ. മോഹൻ ചേട്ടാ, ഇതൊന്നും എന്താ വില? കത്രി എവിടെ? കത്രി എവിടെ? ഓ, ഇത് വഴുതനെയാണല്ലോ. ചേട്ടാ, കത്രി എവിടെ? നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇത്രയും നേരം നിന്റെ കൂടെ ഉണ്ട്. കത്രിയല്ലേ? പറയടാ, കത്രിയല്ലേന്ന് പറയടാ. ആരോട് പറയരുത്. പറഞ്ഞ എന്റെ ജീവിതം പറയില്ലല്ലോ. അവൾ ചത്തുപോയ എന്റെ ഭാര്യയാണടാ. ഞാൻ അറിയാതെ ചോദിച്ചു. എവിടെ? മത്തായി, മത്തായി, എങ്ങോട്ട് പോയി? എടാ എടാ